ഹലോ ഫ്രണ്ട്സ്, കുട്ടികളെ പോലെ തന്നെ നമ്മളെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് എങ്ങനെ കിട്ടിയാലും എല്ലാവരും കഴിക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചോക്കോ ലാവ കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് പലപ്പോഴും ഷോപ്പിലൊക്കെ പോയി കഴിക്കാറുണ്ട്. വളരെ സിമ്പിളാണ് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ. ഇതിൽ മൈദയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. കൊക്കോ കണ്ടൻറ്റ് കൂടുതലുള്ള ചോക്ലേറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ റെസിപ്പി കുറച്ചും കൂടി ഹെൽത്തി ആക്കാനായിട്ട് പറ്റും. ഇതിനു മുമ്പ് ഞാൻ ചോക്ലേറ്റ് ഒഴുകുന്ന കുക്കീസ്, ഡാർക്ക് ഫാൻറ്റസിയുടെ മോഡലിലുള്ള കുക്കീസിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് നമ്മൾ ഓവനില്ലാതെ വളരെ എളുപ്പത്തിൽ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചോക്ലേറ്റ് ലാവ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു അരിപ്പ വെച്ചു. ഇനി അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇതിപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ട്. ഞാൻ മെഷറിംഗ് കപ്പിൽ അളന്ന് മാറ്റി വെച്ചതാണ്. അത് ചേർത്ത് കൊടുത്തു. ഇനി ചേർക്കേണ്ടത് ഷുഗറാണ്. ഞാനിവിടെ കെയിൻ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷുഗർ വേണമെങ്കിലും എടുക്കാം. ശർക്കര പൊടി ആണെങ്കിലും എടുക്കാം. അതിപ്പോൾ 1/2 കപ്പ് തന്നെയാണ് ചേർത്തത്. ഇനി ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ്. ഇതിപ്പോൾ 1/4 കപ്പ് കൊക്കോ പൗഡർ ഉണ്ട്. അതും ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തു. ഇനി ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. തരികൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മാറ്റാം. ഇതുപോലെ 2-3 പ്രാവശ്യം അരിച്ചെടുക്കാൻ പറ്റിയാൽ കുറച്ചുകൂടി നല്ലതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ചേർക്കേണ്ടത് ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം. ഞാൻ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയും ചേർക്കാം. ഇനി ഇതിലേക്ക് പാല് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ 200 ml പാല് എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് ഉണ്ട്. അത് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാൻ പാല് ഫുള്ള് ചേർത്ത് കൊടുത്തു. പതുക്കെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഓവനിൽ ബേക്ക് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബൗളിൽ, ചെറിയ ബൗളിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കപ്പ് കേക്ക് മോൾഡിലോ എന്തിലെങ്കിലും വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റീലിൻ്റെ ബൗളിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ബട്ടർ തടവി കൊടുക്കണം. കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. ബട്ടർ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എത്തണം, അല്ലെങ്കിൽ നമ്മൾ കപ്പ് കേക്ക് ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. എല്ലായിടത്തേക്കും എത്തിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഫ്ലോർ, ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഗോതമ്പ് പൊടി എല്ലായിടത്തും ആവുന്ന വിധത്തിൽ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇപ്പോൾ അധികം ബാറ്ററൊന്നുമില്ല. 2-3 കപ്പ് കേക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം ഒരു വലിയ മോൾഡാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ച് എടുക്കുക. ഇങ്ങനത്തെ ബൗളൊക്കെ എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. എല്ലായിടത്തേക്കും ആക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് തട്ടിക്കളയാം. അപ്പോൾ 2 ടീം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കും.
അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. കുക്കിംഗ് ചോക്ലേറ്റ് വാങ്ങാൻ കിട്ടും സ്ലാബായിട്ട്, അത് യൂസ് ചെയ്യാം. ഞാനിവിടെ 50% കൊക്കോ ഉള്ള ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു 2 കഷ്ണമാണ് ഒരു ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം, ഒരു കപ്പിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിലേക്ക്. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഓരോന്നിലേക്കും ബാറ്റർ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, 2 കയ്യിൽ ബാറ്ററാണ് ഒഴിച്ചു കൊടുത്തത്. അതുമാതിരി അടുത്തതിൽ ഇതിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇനി എനിക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്റർ ഉണ്ട്. ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഒരെണ്ണത്തിൽ 2 എണ്ണം വീതം ഞാൻ വെക്കുന്നുണ്ട്. ഇതുപോലെ അടുത്തതിലും ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഈ ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി പാത്രം ചൂടാക്കാൻ വെച്ചിരുന്നു. ഞാൻ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയിലാണ് ഇന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പിട്ടിട്ട് പാത്രം നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. ഉപ്പ് നമ്മൾ മുമ്പ് ബേക്കിങ്ങിന് യൂസ് ചെയ്ത ഉപ്പ് എടുത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഇങ്ങനത്തെ പാത്രം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കുക്കറിലും ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ കുക്കർ കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലെടുത്തത്. അപ്പോൾ കുക്കറിലാണെങ്കിലും ഇതുപോലെ ഉപ്പിട്ടിട്ട് നമ്മുടെ വെയിറ്റ് വെക്കാതെ വേണം ബേക്ക് ചെയ്തെടുക്കാം. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഞാൻ. ഇപ്പോൾ നമ്മളധികം ഹൈറ്റിലല്ല ബേക്ക് ചെയ്യണേ. കൃത്യം 12 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് 12 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഹാർഡായി പോവും. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തു. ഫ്ലെയിം മീഡിയത്തിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചു. എന്നിട്ട് ഇനി ഇതൊരു കറക്റ്റ് 12 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ചും കൂടി കൂടുതൽ നേരം ബേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഹാർഡായി പോവും. ഉള്ളിലുള്ള ചോക്ലേറ്റ് മെൽട്ടായിട്ടല്ല കിട്ടുക, ചോക്ലേറ്റ് കപ്പ് കേക്ക് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ കറക്റ്റ് 12 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നടുവിൽ ഇങ്ങനെ ഒഴുകി വരും, പക്ഷേ ചുറ്റും ഇത്തിരി ഹാർഡാവും. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 12 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കറക്റ്റ് 12 മിനിറ്റ് ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് തുറക്കാം. കണ്ടില്ലേ, ഇതായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് പതുക്കെ നമ്മൾ ഒരു തുണി എടുത്തിട്ട് പാത്രത്തിൽ ഇങ്ങനെ പിടിക്കുക. കുക്കറാണെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ, ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ആ നടുഭാഗത്ത് നന്നായിട്ട് ഇളകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. കേക്ക് ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട്. പതുക്കെ ഞാനിതിൻ്റെ സൈഡിൽ നിന്നൊന്ന് വെടിച്ചെടുക്കുകയാണ്. പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പതുക്കെ അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ ചോക്ലേറ്റ് ലാവ കേക്ക്. മൈദയോ പഞ്ചസാരയോ ഒന്നും ഇല്ലാണ്ട് തന്നെ ടേസ്റ്റിയാണ്. ഇതിൽ വെക്കാനായിട്ട് ഇഷ്ടമുള്ള ചോക്ലേറ്റ് യൂസ് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.